ഹായ് ഗായ്സ്, ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ടിറ്റോനെയാണ്. അവൻ നേഴ്സിൻ്റെ അടുത്ത് പറയും, ഞാനൊക്കെ 8-ാം തീയതി ലീവ് കൊടുക്കണം, കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോവാണെന്ന്. അപ്പോൾ എല്ലാവരും എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യാണെന്ന് പറയും. ഞാനപ്പോൾ അവൻ്റെ പിന്നാലെ പോയി എൻ്റെ അടുത്ത് ഒരു വട്ടം കൂടി പറയുമെന്ന് പറയുമ്പോഴാണ് ബാക്കിൽ നിന്ന് ഒരാൾ വിളിക്കുക. ആരാണെന്ന് നോക്കുമ്പോൾ അത് മിനോരിയെ പോലെ തന്നെയുള്ള ഒരു പെൺകുട്ടിയായിരിക്കും. ടിറ്റോ അപ്പോൾ ഷോക്കാവും. അപ്പോൾ അവൾ അടുത്ത് വന്നിട്ട് പറയും, ഞാനാണ് മിനോരിയുടെ സിസ്റ്ററാണെന്ന് പറയും. അപ്പോൾ അവിടെയുള്ള എല്ലാവരും ഷോക്കായിട്ട് നിൽക്കും. അവളൊരു ഹാർട്ട് സർജൻ ആണെന്നും എല്ലാ ഹോസ്പിറ്റലും വിസിറ്റ് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ ഇവിടെയും വിസിറ്റ് ചെയ്യാൻ വന്നതാണെന്നൊക്കെ പറയും. പിന്നെ അവളുടെ ചേച്ചീനെ ചികിത്സിച്ചതിന് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോവാണെന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവും. ടിറ്റോ അപ്പോൾ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് അവൻ നാനയെ നോക്കി അവിടെ നിന്ന് പോവും. എല്ലാവരും അതേപോലെ തന്നെ ഷോക്കാവും. നാനയ്ക്കും മിനോരിയെ കണ്ടതുപോലെ ഷോക്കായിട്ടുണ്ടാവും. പിന്നീട് ചീഫ് ഡോക്ടറെ അടുത്ത് ചെയ്യുമ്പോൾ ചീഫ് ഡോക്ടർ ടിറ്റോയുടെ അടുത്ത് സോറിക്ക് ചോദിക്കും. കാരണം മിയോണിയെ പുതിയ ഡോക്ടറായിട്ട് അവിടെ അപ്പോയിൻറ്റ് ചെയ്ത കാര്യം അത് ടിറ്റോയുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അത് കാരണം കൊണ്ടാണ് അവൻ്റെ അടുത്ത് സോറിക്ക് ചോദിക്കുക. പിന്നീട് ഒരു സെമിനാർ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് അവന് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ഡേറ്റിന് തന്നെ ആയിരിക്കും ഞാൻ എൻ്റെ കൂടെ ഡിന്നറിന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അവൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്തായാലും നീ പോയാൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ചീഫ് ഡോക്ടർ അതിന് പറഞ്ഞയക്കും. ഹോസ്പിറ്റലിൽ പുതിയൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടാവും. അവർ യാക്കിനെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടാവും. യാക്കി അതിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. അങ്ങനെ യാക്കിക്ക് ഒരു കോൾ വരും. യാക്കി അതിന് വേണ്ടി പോകും. ആ സമയത്ത് ഓഫീസിലെല്ലാവരും സെമിനാറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ടിറ്റോയ്ക്ക് സെമിനാറിന് പോകാല്ലേ, അപ്പോൾ ബിസിനസ് ട്രിപ്പിന് പോകുമ്പോൾ ഇനി ഞങ്ങളായിരിക്കും ഇവിടെ ഭരിക്കുക എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അന്നത്തെ ദിവസം തന്നെയല്ലേ അപ്പോൾ ഡിന്നറിന് എങ്ങനെ ഞാനായി കൊണ്ടുപോകാമെന്ന് അവർ ചർച്ച ചെയ്യും. അപ്പോൾ ഞാൻ വന്ന് സെമിനാറിൻ്റെ കാര്യമൊക്കെ നോക്കും. അപ്പോൾ അവിടെയുള്ള എല്ലാവരും ഞാനെൻ്റെ അടുത്ത് നീ അപ്പോൾ സെമിനാറിൻ്റെ കാര്യം അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും. ഞങ്ങൾ തമ്മിൽ അത്ര ക്ലോസ് ഒന്നും ആയിട്ടില്ല, എപ്പോഴും പഴയതുപോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവും. അവരെല്ലാവരും അപ്പോൾ അവളെ നോക്കുന്നുണ്ടാവും. അവൾ അങ്ങനെ പോകുമ്പോൾ ടിറ്റോയെ കാണും. അവൾ ടിറ്റോയെ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ അവിടേക്ക് മിനോയി വരും. അവളാണെങ്കിൽ സ്ലിപ്പായിട്ട് നേരെ ടിറ്റോയുടെ ദേഹത്തേക്ക് വീണിട്ടുണ്ടാവും. ടിറ്റോ അവളെ ഹഗ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അവളെ നേരെ നിർത്തും. അപ്പോൾ അവൾ ടിറ്റോയുടെ അടുത്ത് സോറി ചോദിക്കും. എന്നിട്ട് സെമിനാറിന് പോണ കാര്യം ഞാൻ അറിഞ്ഞല്ലോ, ഞാനും ആ സെമിനാറിന് പങ്കെടുക്കുന്നുണ്ട്, ഡിന്നർ പാർട്ടിക്കും പങ്കെടുക്കുന്നുണ്ട് എന്നൊക്കെ പറയും. ആ സെമിനാറിൻ്റെ അന്ന് തന്നെ ഒരു ഡിന്നർ പാർട്ടി ഉണ്ടാവും. ഇതെല്ലാം നാന ദൂരെ നിന്ന് കാണും. അവൾക്ക് നല്ല വിഷമാവും. അവൾ ഇനി എന്താ ചെയ്യാന്ന് വിചാരിക്കും. എന്നിട്ട് വേഗം ഹെഡ് നേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് 2 ദിവസം എന്തായാലും എനിക്ക് ലീവ് വേണം, എൻ്റെ ജീവിത പ്രശ്നം, എനിക്ക് 2 ദിവസം ലീവ് വേണമെന്ന് അവൾ പറയും. അപ്പോൾ ഹെഡ് നേഴ്സ് അവളെടുത്ത് നീ ടെൻഷനൊന്നും അടിക്കണ്ട, നിനക്ക് എത്ര ദിവസം വേണമെങ്കിൽ ലീവ് തരാം, നീ പോയി എൻജോയ് ചെയ്തിട്ട് വാന്ന് പറയും. അപ്പോൾ അവളും ഹെഡ് നേഴ്സിൻ്റെ അടുത്ത് ഓക്കെ പറയും. അങ്ങനെ അവൾ ടിറ്റോയുടെ കൂടെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യും. ആ ദിവസം എന്തായാലും ടിറ്റോയുടെ കൂടെ പോകാമല്ലോ, അപ്പോൾ മിയോണിക്ക് ടിറ്റോ ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അവൾ വിചാരിക്കും. എന്നിട്ട് ടിറ്റോയുടെ അടുത്ത് പോയി സെമിനാറിൻ്റെ കാര്യമൊക്കെ സംസാരിക്കും. അപ്പോൾ അവൻ്റെ കൂടെ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഞാൻ ബിസിനസ് ട്രിപ്പിനാണ് പോകണം, അല്ല വേറെ ഒന്നിനുമല്ല, നീ പോയി നിൻ്റെ ജോലി നോക്കി ഇഡിയച്ച് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. അവൾക്ക് നല്ല വിഷമാവും അവനത് പറയുമ്പോൾ. അവൾ ഇനി എന്താ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അവൾ നേരെ ടിൻറ്റോയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ടിൻറ്റോ അവൾക്ക് ഐഡിയ കൊടുക്കും. നീ വിഷമിക്കണ്ട, നീ അവനെ ഫോളോ ചെയ്ത് പൊക്കോ, അവൻ്റെ പിന്നാലെ പോയി അവൻ എന്താ ചെയ്യണമെന്നൊക്കെ നോക്കുക, അവർ രണ്ടുപേരും മീറ്റ് ചെയ്യാനും അവർ രണ്ടുപേരും ഒന്നിക്കാനുള്ള ഒരവസരം കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നീ അവിടെ ചാടി വീണ് അത് എതിർക്കണം എന്നൊക്കെ പറയും. അങ്ങനെ നാനയ്ക്ക് ധൈര്യം കൊടുക്കും. ടിറ്റോ പുതിയൊരു റിലേഷൻഷിപ്പിലാവുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് സന്തോഷമുള്ള കാര്യമെന്നൊക്കെ ടിൻറ്റോ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ടിറ്റോ പോകാൻ വേണ്ടി റെഡിയാവും. അവൻ പുതിയ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് പോവുക. അവൻ അങ്ങനെ പോകുമ്പോൾ നാനയും അവനെ ഫോളോ ചെയ്യുന്നുണ്ടാവും. അവൾ അങ്ങനെ ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു നേഴ്സിനെ തട്ടി വീഴാൻ പോകും. അപ്പോൾ ആ നേഴ്സ് ഈ ലേഡീനെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവൾ വേഗം കാറിൽ കയറിയിട്ട് ടിറ്റോ പോയ കാറിനെ തന്നെ ഫോളോ ചെയ്യും. വിമാനത്തിൽ വെച്ചിട്ടും അവൾ അവനെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ എയർപോർട്ടിലെത്തും. അവൾ പുതിയൊരു സ്ഥലത്തെത്തി സന്തോഷത്തിൽ നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് വീണ്ടും ടിറ്റോയുടെ കാര്യം ഓർമ്മ വരിക. ഞാൻ അവനെ വാച്ച് ചെയ്യാനല്ലേ വന്നതെന്ന്. അവനെ പിന്നാലെ തന്നെ വീണ്ടും അവൾ പോകുമ്പോൾ അവിടേക്ക് മിയോണി വന്നിട്ടുണ്ടാവും. മിയോണി അപ്പോൾ ഒരു ടാക്സിക്ക് വിളിച്ച് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വെന്യൂലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവും. ഇതൊക്കെ കണ്ട് നാനയ്ക്ക് നല്ല ദേഷ്യം വരും. നാനയും വേഗം ഒരു കാറിൽ കയറി ആ മുന്നിൽ പോയ കാറിനെ ഫോളോ ചെയ്യാൻ പറയും. അപ്പോൾ ആ ഡ്രൈവർ ആണെങ്കിൽ മുന്നിൽ പോയ കാർ ഇവിടെ കാറൊന്നുമില്ലല്ലോ എന്ന് പറയും. അങ്ങനെ നാനയ്ക്ക് ടിറ്റോയെ മിസ്സാവും. നാന പിന്നീട് ആ സ്ഥലത്തെ ഒരു സ്ട്രീറ്റ് കൂടെ നടക്കുമായിരിക്കും. അപ്പോൾ അവിടെ ഒരാൾ റോഡിൽ കുറച്ച് സാധനങ്ങളൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അയാളടുത്ത് പോയി വേഗം നാന എന്താ തിരയണമെന്നൊക്കെ ചോദിക്കും. അയാളപ്പോൾ അയാളുടെ പേഴ്സ് കളഞ്ഞു പോയെന്ന് പറയും. അവളപ്പോൾ അയാളുടെ പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അയാളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അവൾ അയാളുടെ പേഴ്സൊക്കെ കണ്ടുപിടിക്കും. പേഴ്സൊക്കെ കണ്ടുപിടിച്ച് അയാളുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് അവൾ അയാളുടെ അടുത്ത്
യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് അയാൾക്ക് അറ്റാക്ക് വരിക. അയാൾക്ക് നല്ല നെഞ്ചുവേദന വന്നിട്ടുണ്ടാവും. ഇതേ സമയം ഒരു സ്ട്രീറ്റിൽ കൂടെ മിയോണിയും ടിറ്റോയും വരുന്നുണ്ടാവും. അവർ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവായിരിക്കും. അങ്ങനെ ടിറ്റോ അവരുടെ പിന്നാലെ തന്നെ ഡിന്നർ കഴിക്കാൻ പോകുന്നുണ്ടാവും. ഞാനാണെങ്കിൽ അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. പക്ഷേ അയാൾ വെള്ളമൊന്നും കുടിക്കില്ല. അപ്പോഴേക്കും ബോധം പോയിട്ടുണ്ടാവും. അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളപ്പോൾ CPR ഒക്കെ കൊടുക്കും. എന്നിട്ട് അയാളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. പക്ഷേ അയാൾക്കൊരു പുരോഗതി ഉണ്ടാവില്ല. ആ സമയത്താണ് പിന്നെ ഒരാൾ ചോദിക്കുക, എന്തായി ഇപ്പോൾ കണ്ടീഷൻ? അവൾ കണ്ടീഷൻ പറഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അത് ടിറ്റോ ആയിരിക്കും. ടിറ്റോ അവിടെ എത്തിയിട്ടുണ്ടാവും. ടിറ്റോയും അയാളെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും. അങ്ങനെ അയാൾക്ക് വേണ്ട പ്രഥമ ശുശ്രൂഷയൊക്കെ കൊടുത്തതിന് ശേഷം ആംബുലൻസ് വിളിച്ച് അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ടിറ്റോ, ഞാനൊരു ഡോക്ടറാണ്, ഞാനും നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് പോവും. നാനയാണെങ്കിൽ അപ്പോൾ ടിറ്റോയെ നോക്കി അവിടെ നിൽക്കുന്നുണ്ടാവും. നീ വരുന്നില്ലേന്ന് ടിറ്റോ അപ്പോൾ അവളുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ അവളും വേഗം ടിറ്റോയുടെ കൂടെ പോവും. യാക്കിയാണെങ്കിൽ പുതുതായി വന്ന പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും. പേഷ്യൻ്റ് ആണെങ്കിൽ അവളെ നന്നായി ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. എല്ലാവരും അപ്പോൾ യാക്കിയെ കളിയാക്കി ചിരിക്കുന്നുണ്ടാവും. യാക്കിക്ക് ആ സമയം നല്ല ബുദ്ധിമുട്ടായി തോന്നും. അങ്ങനെ അവൾ ഓഫീസിൽ പോയി വിഷമിച്ച് നിൽക്കുമ്പോൾ അവിടെ കസൂക്കി ഉണ്ടാവും. കസൂക്കി പുതിയ പേഷ്യൻ്റ് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൾ, അതൊന്നും കുഴപ്പമില്ല, എൻ്റെ അമ്മയെ പോലെയാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ അമ്മ എപ്പോഴും എന്നെ എല്ലാം പെർഫെക്റ്റായി ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയായിരുന്നു എന്നൊക്കെ അവൾ പറയും. അതേസമയം അവനും, എൻ്റെ അമ്മ ഇങ്ങനെ തന്നെയായിരുന്നു, എല്ലാവരുടെ കാര്യം ഒരുപോലെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ചിരിക്കും. അങ്ങനെ രണ്ടുപേരും ചിരിച്ചിട്ട് കസൂഗി അവിടെ നിന്ന് പോകും. കസൂഗിയുടെ അടുത്ത് അപ്പോൾ യാക്കിക്ക് ഒരു ക്രഷ് തോന്നുന്നുണ്ടാവും. പിന്നീട് രാത്രി ആയിട്ടുണ്ടാവും. നാനയും ടിറ്റോയും ഒരു സ്ട്രീറ്റിൽ നിൽക്കായിരിക്കും. ഇപ്പോൾ കണ്ട പേഷ്യൻറ്റിനെ രക്ഷിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ നാന പറയും. പക്ഷേ ടിറ്റോ ഒന്നും പറയണ്ടാവില്ല. അപ്പോൾ അവൾ, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തതിന് എൻ്റെ അടുത്ത് ദേഷ്യമാണോ എന്നൊക്കെ ചോദിക്കും. ആ സമയത്ത് അവൻ ഫുഡ് മേടിച്ച് അവളെ കൈ കൊണ്ടു കൊടുക്കും. പക്ഷേ അവളെ നോക്കാത്ത സമയത്ത് അവൻ ഫുഡും കൊണ്ട് പോകാൻ നോക്കും. അപ്പോൾ അവൾ വേഗം പോയി ഫുഡ് എടുത്ത് കഴിക്കും. ഇത് നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നല്ല ചൂടാണെന്നൊക്കെ പറഞ്ഞാൽ അവൾ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അത് കണ്ട് അവനും ചിരിക്കും. അവൾ ഫോളോ ചെയ്ത് വന്നതിൽ ദേഷ്യമൊന്നുമില്ല എന്ന് അവൾക്ക് മനസ്സിലാവും. പിന്നീട് അവർ രണ്ടുപേരും അങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുമ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി റൂം ടിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയും. അങ്ങനെ അവൾ റൂമിലേക്ക് പോവും. ആ സമയത്ത് രണ്ടുപേർക്കും ഒരേപോലെ ടിൻഡോ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കണ്ട് അവർക്ക് രണ്ടുപേർക്കും നാണക്കേടാവും. അങ്ങനെ റൂമിൽ പോയി നോക്കുമ്പോൾ ഡബിൾ കോട്ട് ബെഡൊക്കെ ഉണ്ടാവുക. അവരത് കണ്ട് ഷോക്കാവും. എന്നിട്ട് നാന ഒന്നും സംഭവിക്കാത്ത പോലെ നോർമലായി ആക്ട് ചെയ്യാൻ നോക്കും. പക്ഷേ ആ സമയത്ത് അവൾ ബെഡിലേക്ക് തട്ടി വീഴും. അപ്പോൾ ടിറ്റോയും അവളുടെ ദേഹത്ത് വീണിട്ടുണ്ടാവും. ടിറ്റോ അപ്പോൾ വേഗം എണീക്കും. അപ്പോൾ നാന വീണ്ടും ഒന്നും സംഭവിക്കാത്ത പോലെ നമുക്ക് കാർഡ് പ്ലേ ചെയ്താലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവളുടെ ബാഗ് പോയി നോക്കുമ്പോൾ അതിലൊരു ഡ്രസ്സ് ഉണ്ടാവും. ആ ഡ്രസ്സ് കണ്ട് അവളുടെ കിളി പോവും. എന്തൊക്കെ ഈ ടിൻഡോ അറേഞ്ച് ചെയ്ത് തന്നിരിക്കണമെന്ന് വിചാരിച്ച് അവൾ വേഗം റൂമിലേക്ക് പോവും. അങ്ങനെ ബാത്റൂമിൽ പോയി ടിൻഡോയെ കോൾ ചെയ്യുമ്പോൾ നീ അതൊക്കെ ഇട്ട് എൻജോയ് ചെയ്യുന്നൊക്കെ പറയും. അതൊക്കെ കേട്ട് നാനയ്ക്ക് പിന്നെയും എന്താ ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ തോന്നും. അവൾ അത് ഇടണമെന്നൊക്കെ വിചാരിക്കും. ഇന്ന് ടിൻഡോ ആയിട്ട് ക്ലോസ് ആവുമെന്നൊക്കെ വിചാരിക്കും. പിന്നെ അവളത് വേണ്ടാന്ന് വെക്കും. അങ്ങനെ ഒരുപാട് നേരം അവൾ കുളിക്കുന്നുണ്ടാവും. ടിറ്റോ ആ സൗണ്ടൊക്കെ അപ്പോൾ കേൾക്കുന്നുണ്ടാവും. അവളപ്പോൾ ബാത്റൂമിൽ ഇരുന്നിട്ട്, ഞാൻ 5 വർഷമായില്ലേ അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇനി എന്താ സംഭവിക്കാമെന്ന് ആർക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നേരെ ടിറ്റോയുടെ അടുത്തേക്ക് പോകും. ടിറ്റോ അപ്പോൾ ബെഡിൽ കിടക്കായിരിക്കും. അവളപ്പോൾ, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, എനിക്ക് കുറച്ച് സപ്പോർട്ടൊക്കെ വേണമെന്നൊക്കെ പറയും. എന്നിട്ട് അവനെ പോയി നോക്കുമ്പോൾ അവൻ ഉറങ്ങിയിട്ടുണ്ടാവും. ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവൾ, ശരിക്കും നിങ്ങളൊരു രാജകുമാരൻ തന്നെയാണെന്ന് പറഞ്ഞ് കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവും. പക്ഷേ കിസ്സൊന്നും ചെയ്യില്ല. ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൾ അവൻ്റെ അടുത്ത് തന്നെ ബെഡിൽ പോയി കിടന്ന് ഉറങ്ങും. അവൾ അങ്ങനെ പോയി കിടന്ന് ഉറങ്ങിയതിന് ശേഷം ടിറ്റോ അവളെ നോക്കും. ടിറ്റോ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. അവൻ അവളെ നോക്കി ചിരിക്കും. എന്നിട്ട് മെല്ലെ അവളുടെ അടുത്തേക്ക് വരും. അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കിസ് ചെയ്യും. അങ്ങനെ രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ നിഷി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവൻ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ഒരുപാട് കുട്ടികളൊക്കെ വരും. അതിലൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടാവും. അപ്പോൾ നിഷി അത് നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ എല്ലാവരും അവൻ്റെ അടുത്ത് എങ്ങനെ നീ ഇത്ര സ്ട്രോങ് ആയി എന്നൊക്കെ ചോദിക്കും. പിന്നെ അവൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ചോദിക്കും. അപ്പോൾ അവൻ എന്തായാലും ഇനി ടിൻഡോയെ പോയി കാണാൻ വേണ്ടി പ്ലാൻ ചെയ്യും. എന്നിട്ട് ടിൻഡോയെ പോയി കാണും. ടിൻഡോയുടെ അടുത്ത് അപ്പോൾ ഞാൻ ടിറ്റോയുടെ
സിസ്റ്ററാണെന്ന് കേട്ട കാരണം കൊണ്ട് പെട്ടെന്ന് ഷോക്കായി. അതാ ഇത്രയും നാൾ വരാതിരുന്നതെന്നൊക്കെ പറയും. എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയണം എന്നൊക്കെ പറയുമ്പോൾ അവൾ നിനക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല അല്ലേ, അപ്പോൾ എന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് കുറച്ച് നാൾ ഒപ്പം സ്പെൻഡ് ചെയ്താലോ എന്ന് ചോദിക്കും. എന്നിട്ട് രണ്ടുപേരും കൂടി വീണ്ടും ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാൻ പോവും. അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അവനും അവൾ മേടിച്ചു കൊടുക്കും. അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കും. പിന്നെ അടുത്ത ദിവസം രാവിലെ ഉണ്ടാവും. ഞാൻ എണീറ്റ് നോക്കുമ്പോൾ അവിടെ ടിറ്റോ ഉണ്ടാവില്ല. അവളപ്പോൾ ഇവൻ എവിടെ പോയി എന്നൊക്കെ വിചാരിക്കും. എന്നെ ഇട്ടിട്ട് പോയോ എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് അവിടെ ഒരു പേപ്പർ കാണുക. അതെടുത്ത് നോക്കുമ്പോൾ സെമിനാറിന് വേഗം എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അവൾ വേഗം സെമിനാറിന് വേണ്ടി പോവും. അവൾ സെമിനാറിൽ പോയി ഒരു സീറ്റിൽ പോയിരിക്കും. അപ്പോൾ ദൂരേക്ക് നോക്കുമ്പോൾ അവിടെ മിനോയി ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ ടിറ്റോ സെമിനാർ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തും. അങ്ങനെ അവൻ്റെ അവതരണമൊക്കെ കഴിഞ്ഞ ശേഷം ഒരുപാട് പേര് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ടാവും. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഒരാൾ എണീറ്റ് നിന്ന് അവൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ഡോക്ടറായതിൽ ഏറ്റവും ഇമ്പ്രസ് ആയിട്ടുള്ള കാര്യം എന്താ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്നൊക്കെ. അപ്പോൾ അവൻ മോശം കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ പറയും. ഏറ്റവും മോശം കാര്യം ഒരു പേഷ്യൻറ്റിനെ മാത്രമേ അവന് ഇത്രയും നാളായിട്ട് രക്ഷിക്കാൻ പറ്റാതെ ഇരുന്നിട്ടുള്ളൂ. അത് മിനോരിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. മിനോരിയുടെ സിസ്റ്ററിനൊക്കെ സങ്കടം വരും. അപ്പോൾ ഇതൊക്കെ ഇരുന്ന് കാണുണ്ടാവും. പിന്നീട് ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് നാനയെ മിയോണി മീറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും സംസാരിച്ചാലോ എന്ന് ചോദിക്കും. അപ്പോൾ നാനയും കൂടെ പോവും. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്നൊക്കെ മിയോണി നാനടുത്ത് പറയാം. അപ്പോൾ നാന നെർവസ് ആവുമൊന്നും വേണ്ട, എൻ്റെ അടുത്തെല്ലാം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ നാന എല്ലാം പറയും. ഞങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യാണ്, പക്ഷേ ഞങ്ങൾ അത്ര ക്ലോസ് ഒന്നും ആയിട്ടില്ല. അവൾ ഒരുപാട് നാളത്തെ ക്രഷിനുള്ള കാര്യവും പിന്നെ ഇപ്പോഴാണ് ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്നുള്ള കാര്യമൊക്കെ പറയും. അവൾ പുതുതായി വന്ന നേഴ്സായ കാരണം കൊണ്ട് അവൾക്ക് എല്ലാ കാര്യവും നന്നായി ചെയ്യാനൊന്നും പറ്റില്ല. അത് ടിറ്റോയ്ക്ക് ഒരു ബുദ്ധിമുട്ടാണെന്നൊക്കെ നാന പറയുമ്പോൾ നീ എൻ്റെ സിസ്റ്ററിനെ പോലെ അല്ല അല്ലേ അപ്പോൾ ഒക്കെ മിയോണിയും പറയും. നാനയ്ക്ക് അതപ്പോൾ ഒരു ഇൻസൾട്ടായി തോന്നും. പിന്നെ നാനയെ ടിറ്റോ നാട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടാവും. അവനും കോൺഫറൻസ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയും. അങ്ങനെ നാന നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഡേറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൾ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയും. എന്നിട്ട് അവർക്ക് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞിട്ട് അതൊക്കെ വിതരണം ചെയ്യും. ആ സമയത്ത് തന്നെ യാക്കിക്ക് ഒരു കോൾ വരും. ആ പുതുതായി വന്ന പേഷ്യൻറ്റിന് രോഗമൊക്കെ കൂടുതലായി എന്ന് പറഞ്ഞിട്ടായിരിക്കും. വേഗം ഡോക്ടേഴ്സൊക്കെ പോയിട്ട് ആ പേഷ്യൻറ്റിനെ നോക്കും. എന്നിട്ട് അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ നാനയും ഉണ്ടാവും. അവിടെ മിനിയോണിയും ടിറ്റോയും നന്നായിട്ട് തന്നെ ജോലി ചെയ്യുന്നുണ്ടാവും. അവരൊരുമിച്ച് ജോലി ചെയ്യണത് നാന ശ്രദ്ധിക്കും. പിന്നീട് യാക്കിനെയാണ് കാണിക്കുന്നത്. പുതുതായി വന്ന ആ പേഷ്യൻ്റ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ സമയത്ത് അവളടുത്ത് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നീട് നാന ഓഫീസിൽ നിന്ന് പോവായിരിക്കും. അപ്പോഴാണ് അവിടെ ഒരു ഡോക്ടറും നേഴ്സും കൂടി നിന്ന് പറയണത് കേൾക്കുക. ടിറ്റോയും മിയോണിയും നന്നായിട്ട് തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും ഒരു ടീമായ നന്നാവും. പണ്ടത്തെ മിനോറിയാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നതെന്നൊക്കെ പറയും. അവളും നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ടിറ്റോയുടെ കൂടെ കൂടിയാൽ എന്ത് നടക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അവർ. അതൊക്കെ കേട്ട് നാന നേരെ ടിറ്റോയെ കാണാൻ വേണ്ടി പോവും. ടിറ്റോയുടെ റൂമിലാണെങ്കിൽ ഈ സമയത്ത് മിയോണി ഉണ്ടാവും. മിയോണി അവളുടെ സിസ്റ്ററിൻ്റെ ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് സിസ്റ്ററിൻ്റെ ഫോട്ടോയൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടെന്നൊക്കെ ടിറ്റോയുടെ അടുത്ത് ചോദിക്കും. എൻ്റെ സിസ്റ്ററിൻ്റെ മരണം ഒരു ഫ്യൂലാക്കിയിട്ട് നല്ല ഡോക്ടറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, നിങ്ങളും അതുപോലെ തന്നെയല്ല ജീവിക്കണമെന്നൊക്കെ അവൾ അങ്ങനെ ചോദിക്കും. ആ സമയത്ത് ഞാൻ അവിടെ വന്നിട്ടുണ്ടാവും. ഇവരെ കാണുമ്പോൾ നാന മറഞ്ഞു നിൽക്കും. ഇവർ സംസാരിക്കണതൊക്കെ അവൾ കേൾക്കും. എന്നിട്ട് ടിറ്റോയുടെ അടുത്ത് മിയോണി പറയും, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന്. അതുകൂടി കേൾക്കുമ്പോൾ നാനയ്ക്ക് ഒരുപാട് വിഷമാവും. ഞാനപ്പോൾ വേഗം അവിടെ നിന്ന് പോവും. ടിറ്റോ ആണെങ്കിൽ അതിന് ഒരു മറുപടിയും പറയാതെ നിൽക്കുമായിരിക്കും. പിന്നീട് നാനയ്ക്ക് നല്ല വിഷമായിട്ട് അവളൊരു പാർക്കിലേക്ക് പോവും. അവിടെ പോയിരുന്ന് ഒറ്റയ്ക്ക് ഡ്രിങ്ക് ചെയ്ത് പാട്ടും പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവളെപ്പോഴും സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഡ്രിങ്ക് ചെയ്തിട്ട് ഓരോ മണ്ട പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരിക്കും. അവളങ്ങനെ പാടുമ്പോൾ ഈ പാട്ട് ഏതാണെന്ന് ചോദിച്ചിട്ട് അവിടേക്ക് കസൂഗി വരും. എന്നിട്ട് കസൂഗി അവളെടുത്തിരിക്കും. അവൾ അങ്ങനെ ഡ്രിങ്ക് ചെയ്ത് വിഷമിച്ചിരിക്കുമ്പോൾ അവൻ നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അവൾ ഓക്കെ ആണെന്ന് പറഞ്ഞ് വീണ്ടും ഡ്രിങ്ക് ചെയ്യുമ്പോൾ അവൻ ആ ബോട്ടിലൊക്കെ അവളുടെ കയ്യിൽ നിന്ന് മേടിച്ച് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അവളെ ചിരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് തമാശയൊക്കെ പറയും. അങ്ങനെ ആ തമാശയൊക്കെ കേട്ട് അവൾ ചിരിച്ചതിന് ശേഷം അവളുടെ വിഷമങ്ങളൊക്കെ അവൾ തുറന്നു പറയാൻ തുടങ്ങും. ഞാൻ ഒരിക്കലും ടിറ്റോയ്ക്ക് ചേർന്ന ഒരാളെ അല്ല. പുതുതായി വന്ന ഡോക്ടർ ടിറ്റോയ്ക്ക് നന്നായി ചേരും. ഞാൻ എപ്പോഴും ഒരു കാർഡ് എടുക്കുകയാണെങ്കിൽ അതിലൊരു ജോക്കറിനെ പോലെ ആയിരിക്കും. അങ്ങനെ എല്ലാത്തിലും ഞാൻ യൂസ്ലെസ് ആയിട്ടുള്ള ഒരു റോക്ക് പോലെയാണെന്നൊക്കെ പറയും. അവളങ്ങനെ അവളുടെ വിഷമമൊക്കെ പറഞ്ഞ് കസൂഗിയുടെ അടുത്ത് ഞാൻ പറഞ്ഞതിനൊക്കെ സോറി എന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ വേഗം കസൂഗി അവളെ ഹഗ് ചെയ്യും. നീ വിഷമിക്കേണ്ട, നീ ഒരിക്കലും കരയാൻ പാടില്ല, നിൻ്റെ ഒപ്പം ഞാനുണ്ട് എന്ന് പറയും.
ടിറ്റോയാണെങ്കിൽ ഈ സമയത്ത് അവൻ്റെ റൂമിൽ നന്നായി ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. കസുഗി അപ്പോൾ നാനയുടെ അടുത്ത് ഐ ലവ് യു എന്നും പറഞ്ഞിട്ടുണ്ടാവും. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. രണ്ടുപേരും അങ്ങനെ പുതിയ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ അറിയാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.